നമസ്കാരം. നമ്മളൊരു പുതിയൊരു കാർ പോർച്ചും കൂടെ അങ്ങനെ തീർക്കാൻ പറ്റി കേട്ടോ. അത് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. നല്ല നീറ്റായിട്ട് ഭംഗിയായിട്ടും അടിപൊളി ഇത് കണ്ടോ, ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കണ ലെഗ് നമ്മൾ കൊടുത്തേക്കണത് 6-6 ലെഗ് ആട്ടല്ല, ഇച്ചിരി വലിപ്പം തോന്നിക്കാൻ വേണ്ടി 6-6 അപ്പോളോടെ പൈപ്പ് വെച്ച് എൻ സെറ്റപ്പിലായിട്ടാകുമ്പോൾ ലെഗ് കൊടുത്തേക്കണം. ഇത് ചെറിയൊരു കാർ പോർച്ചല്ല, വലിയത്. ഒരു 2 ഇന്നോവയും 1-2 ബൈക്കും വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കാർ പോർച്ചാട്ടോ. അതായത് 2 ഇന്നോവ, അതായത് ഇതിൻ്റെ ഉള്ളിലെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20-20 ഉള്ളിൽ കിട്ടാൻ മതി. നമ്മൾ മൊത്തം ഷീറ്റ് ഇട്ടാക്കണം 24 അടി ഷീറ്റാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 20 സൈസ് കിട്ടാൻ വേണ്ടിയുള്ളൊരു അടിപൊളി കാർ പോർച്ച്. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ ചെയ്ത ഷീറ്റ് ഇട്ടേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ JSWൻ്റെ കളർ ഓൺ പ്ലസിൻ്റെ ഷീറ്റാട്ടോ. 7 ഷീറ്റാണ് ഇട്ടേക്കണം, 20 അടിയുടെ 7 ഷീറ്റ്. ഇതിൻ്റെ അകത്ത് അടിയിൽ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കണം എല്ലാം 4x2 ഹെവി പൈപ്പുകളാട്ടോ ഫുൾ ഇട്ടേക്കണം. ഇതിൻ്റെ ബോർഡറും എല്ലാം നമ്മൾ ഇതുണ്ട് 4x4 ഒരു ചെറിയ കട്ടിങ് കിട്ടാൻ വേണ്ടി ആദ്യം അടിയിൽ 4x2 ട്യൂബ് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലോട്ട് തന്നെ 2 ഇഞ്ച് പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്തിരിക്കാൻ പാകത്തിന് അത് നമ്മൾ കൊടുത്തു. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇത് കണ്ടോ, സൈഡെല്ലാം 45 കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് എല്ലാം നീറ്റായിട്ടാണ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ആ ബാക്കിൽ സാധാരണ പോലെ പാത്തി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് PVCയുടെ സീലിംഗ് തന്നെയാണ്. ഇച്ചിരിയും കൂടെ ഹെവി ആയിട്ടുള്ള ഫ്ലൂട്ടഡ് പാനൽ എന്ന് പറഞ്ഞ ഷീറ്റാട്ടോ നമ്മൾ കൊടുത്തേക്കണം. ഇത് ഇച്ചിരി കൂടെ ഹെവിയാണ്. ഇതേക്കൂട്ട് സീലിംഗാണ് നമ്മൾ കൊടുത്തേക്കണം. ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലെ പട്ടികയെല്ലാം ഏകദേശം ഒരു 1/2 മീറ്ററിൻ്റെ അടുത്ത് ഗ്യാപ്പിലാണ് കൊടുത്തേക്കണം എല്ലാം. അപ്പം വെയിൽ വന്നാലും ഇത് മടങ്ങിപ്പോവോ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത രീതിക്ക് നല്ല ഡീസൻ്റായിട്ട് നല്ല നീറ്റായിട്ടാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇത് ഏകദേശം ഇതിന് കോസ്റ്റ് ഒരു മുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്ത A to Z ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്തതും ഈ എന്നിൻ്റെ സൈസ് കാര്യങ്ങൾ, ഇതിൻ്റെ ഫ്രണ്ടിലെ ഹൈറ്റ്, അതായത് ഒത്തിരി പേരെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എത്ര ഹൈറ്റ് കൊടുക്കണം. ഇത് 9.5 അടി, അതായത് ഫ്ലോർ ലെവലിൽ നിന്ന് 9.5 അടി ഹൈറ്റ് ആട്ടോ ഫ്രണ്ട്. ബാക്കിൽ നമ്മളൊരു 10 ഇഞ്ച് സ്ലോപ്പ് ഇട്ടിട്ടുണ്ട്. 8 മുതൽ 1 അടി വരെ സ്ലോപ്പ് ഇടണം. അതായത് ചെറിയ സ്ലോപ്പിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും സാധാരണ നമ്മൾ ചെയ്യുന്നത് 8 ഇഞ്ച് മുതൽ 1 അടി വരെ സാധാരണ സ്ലോപ്പ് ഇടാറുണ്ട്. ഇതിന് നമ്മൾ 8 ഇഞ്ചാണ് സ്ലോപ്പ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ 9.5 അടിയും അതിനകത്ത് 8 ഇഞ്ച് കുറച്ചുള്ള ബാക്കിൽ ഹൈറ്റും. അപ്പോൾ നമ്മുടെ കാർ പോർച്ചിനെ പറ്റി എന്ത് സംശയം കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളെപ്പം വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഇതേപോലെ നല്ല വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.